Hi guys, this is me Meenakshi Sudhir in Movie World Media and എന്നോടൊപ്പം അതിന്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ ചിരിക്കണേ. അവര് ചിരിക്കും, എവിടെ ചിരിക്കണം കരയണം ഒന്നും അറിയാത്ത ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. ഞങ്ങള് കോമഡി പറയും, അപ്പൊ ചിരിച്ചാ മതി കേട്ടോ. ഞാൻ എന്റെ ഇൻട്രോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പം കാര്യങ്ങളൊക്കെ എന്താ എത്ര വയസ്സുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് അല്ല ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ആദ്യം ഗസ് ചെയ്യണം. 26. ഓക്കെ 25. ആ 25. ഇല്ലില്ല, നമുക്ക് പ്രായമില്ല. ചേച്ചി വിളിക്കേണ്ടി വരും. വേണ്ട എന്താ നിഹാൽ അയ്യോ അപ്പൊ ചേച്ചി 21. ആർക്ക് 21? പിന്നെ അല്ലല്ലല്ല ഇവന്റെ കയ്യില് ആധാർ കാണിക്കേ എന്നാ വിശ്വസിക്കും. ഫോട്ടോ കാണിക്കത്തില്ല. അതെന്ത് പണിയാ? അല്ല ആധാറിന്റെ ഫോട്ടോ കാണിക്കത്തില്ലത്. ആധാറിന്റെ ഫോട്ടോ കാണിക്കത്തില്ല. അല്ല വേണ്ട, നല്ല ഫോട്ടോ. ഫോട്ടോ അല്ല എനിക്ക് കാണണ്ടേ, ലൈസൻസ് കാണിച്ചാൽ 21 വയസ്സുള്ളൂ. 25 സത്യം ഞാനടുത്ത് 35 വയസ്സ് ഏജ് നോക്ക് 2000 നോക്ക്. അയ്യോ എന്റെ അനിയന്റെ പ്രായമുള്ളൂ. അനിയ ഗംഭീര ഫോട്ടോ കേട്ടോ. ഇതാണ് അവന്റെ നല്ല ഫോട്ടോ കേട്ടോ. ഇതാണ് നല്ല ഫോട്ടോ. നിനക്കെന്തിനാ ഇത്ര ദേഷ്യം? പല്ല് അടിച്ചൊക്കെ അപ്പൊ ഇത് പ്രത്യേകിച്ചുള്ള ഇൻട്രോ ഒന്നും ഞാൻ പറയുന്നില്ല. ധ്യാൻ ചേട്ടനുണ്ട്, സിജു ചേട്ടനുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഫാന്റാസ്റ്റിക് ഫോർ അമീൻ, നിഹാൽ, നിബ്രാസ് ആൻഡ് ഷഹബാസ് ഉണ്ട്. വെൽക്കം. നേരെ പുറത്തുനിന്ന് പേര് പഠിപ്പിച്ച് കിട്ടല്ലേ? അല്ലല്ല പുറത്തുനിന്ന് എങ്ങനെ അറിയാമോ? പേര് പറഞ്ഞേ. അല്ല, എനിക്ക് ഇവര് പേര് സ്പെല്ല് ചെയ്യുന്ന എങ്ങനെയാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊരു പഠിത്തം. അപ്പൊ നമ്മൾ പുറത്ത് വെച്ചിട്ടൊന്ന് മീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പോയിട്ട് ആ ഒരു പ്രൊണൗൺസിയേഷൻ ഒന്ന് ചോദിച്ചു പഠിച്ചു. അല്ലെ, ആസ് എൻ ആങ്കർ അത് കറക്റ്റ് പറയണ്ടേ? അല്ല, കുറെ സമയം എടുത്തല്ലോ പഠിക്കാൻ. ഇപ്പോഴും പറയാൻ അറിയില്ല. വെൽക്കം. താങ്ക് യു. ചേച്ചിയാണ്, പ്രായമുണ്ട്. പക്ഷെ ചേച്ചി വിളിക്കണ്ട, അപ്പൊ ഇച്ചിരി അല്ലേ? ഓക്കെ, എന്തായാലും 21 മാമി ചെറ്റക്കൊരു ചിറ്റ. ഇവര് രണ്ട് ടീമായിട്ടാണ് ഇരിക്കുന്നത്. എന്തിനെ പറ്റി സംസാരിക്കാൻ? നമ്മുടെ ഏറ്റവും പുതിയ സിനിമയായ അതെ, സിനിമ പ്രൊമോട്ട് ചെയ്യണ്ടേ? എന്താ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാ ഓർമ്മ വരും. ഡിറ്റക്റ്റീവ് ഉജ്വലന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ്. സോ ഗൈസ്, കൺഗ്രാചുലേഷൻസ്. ഞാൻ ടീസർ കണ്ടിരുന്നു, നല്ല ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഫ്രം ദ മേക്കേഴ്സ് മാത്രമാണ് ഇപ്പോഴെങ്കിലും നന്നാവുന്നുണ്ട്. 2.0 ആയി. എല്ലാരും പറയുന്നു ധ്യാൻ ശ്രീനിവാസൻ 2.0 2.0. പൊക്കിയിട്ട് താഴെ Let me start right from there. പറയാതിരിക്കാൻ നമ്മളിവിടെ സത്യസന്ധമായിട്ട് കറക്റ്റ് പറയണം. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലൊക്കെ പുതിയ, ഇപ്പൊ ഞാൻ 2ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ 3ാം ക്ലാസ്സിലേക്ക് ആകുമ്പോ ഞാൻ ഓർക്കും ഇതൊരു പുതിയ തുടക്കം. ഞാൻ 2ാം ക്ലാസ് പഠിച്ചത് 2007. 3ാം ക്ലാസ്സിൽ നിന്ന് എത്ര ക്ലാസ്സിൽ പോയി? 4ാം ക്ലാസ്സിലേക്ക്. എനിക്ക് ഇന്ന് വരെ ഒരു സപ്ലി പോലും അടിച്ചിട്ടില്ല. 4ാം ക്ലാസ്സിൽ ഡിഗ്രിക്ക് നന്നായി പഠിക്കണ കുട്ടിയാ. എന്നിട്ട് എന്താ ഈ ഫീൽഡ് പഠിക്കുന്നതിനെ ജോലിക്ക് പോകൂടെ? അല്ല, നമുക്ക് കലാപരമായിട്ടാണ് കഴിവുകൾ കൂടുതൽ. കഴിവും കലയുടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ, ആര് ഇന്റർവ്യൂ ചെയ്യണം?
ഞാൻ ഞാൻ ധ്യാൻ എന്റെ സംശയം ആ, പറ. ചോദിച്ചു. ഈ ഇപ്പൊ ചോദിക്കുന്നതില് കലയുടെ ഞങ്ങൾ ഈ കച്ചറ പിള്ളേരെ ഞങ്ങൾ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നേക്കുന്നു. അങ്ങോട്ട് തിരിയും. ഞങ്ങൾ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ അവന്റെ സംശയം വാലിഡ് ആണ്. കലാപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരും. ആരുണ്ടാക്കി തരുന്നോ കലാപരം എന്റെ ഉള്ളിൽ നിന്ന് കളയണമായി ഞങ്ങള് കലാകാരന്മാരല്ല. അങ്ങനെ പറയരുത്. ഇവര് ധ്യാൻ ചേട്ടാ ഈ അറ്റത്തിരിക്കുന്ന 4 നിങ്ങൾ ഓൾറെഡി സ്റ്റാർസ് ആണ്. ഇവരുടെ ഒരു ഫാൻ പവർ അത് നിങ്ങൾക്ക് അറിയുമോ? ഭയങ്കര ഫാനാ ഇവർക്ക് 4 പേരുടെ. ഞാനല്ല എനിക്കും ആ സമയത്ത് ഇവള് കലാപരമായ പരിപാടിക്ക് കലാപരമായ വാസനകൾ വികസിപ്പിക്കാൻ പോകും. ഒന്നും കാണുമല്ലോ. ഞാൻ ഫാനല്ല, പക്ഷേ ഭയങ്കര ഫാൻ. അല്ല, ഇവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് കേരളത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് പാരന്റ് ആണോ? ആ, yes. അല്ല അതല്ലേ ആദ്യം പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും സ്റ്റാർസ് ആണ്. അവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിവേ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ധ്യാൻ ശ്രീനിവാസൻ 2.0 പറ്റിയില്ല. അങ്ങനെ വിടരുത്. അത് എന്താണ് പുതിയ 2.0 പഴയ അപ്ഡേറ്റഡ് വേർഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സ് പക്ഷെ ഇത് ബഗ്ഗാണോ ഇല്ലെന്ന് ഞങ്ങളൊന്നും ഇതിന് ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്നെ മീനു വിളിച്ചോ? മീനു അത് ഭയങ്കര എനിക്ക് പറ്റുന്നില്ല. മീനാക്ഷി വിളിച്ചോ? അത് ലോങ് ആയതുകൊണ്ടാണ്. ചേച്ചിന്ന് വിളിച്ചൂടെ? വേണ്ട, എന്നെ ചേച്ചി വിളിക്കണ്ട. പ്രായം ചേച്ചി. ദാറ്റ്സ് ടു ലോങ്. ആ, അപ്പൊ അപ്ഡേഷനെ പറ്റി പറയും. പുതിയ ഫീച്ചേഴ്സ് ധ്യാൻ ചേട്ടന്റെ അപ്ഡേറ്റിനെ പറ്റിട്ട് സിജു ചേട്ടൻ പറഞ്ഞു. കാരണം ഒരാൾക്ക് ഒരാളെ പറ്റി തരും. ഇപ്പൊ എനിക്ക് തന്നെ പറയാൻ പറ്റും, ഞാൻ നല്ല ആംഗിളാണ്, ഞാൻ അങ്ങനെയാണ്. എന്നാലും പറഞ്ഞു. അല്ല, പടം കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഡയറക്ടേഴ്സിനും കണ്ട ആൾക്കാർക്കൊക്കെ തോന്നിയെന്നു എന്റെ ഒരു പുതിയൊരു വേർഷൻ ആയിട്ട് ആണ്. അടുത്ത ചോദ്യം ചോദിക്കും. അപ്പൊ അടുത്ത കലാചോദ്യമാണ്. അത് വേറെ വരുന്നുണ്ട്. അതെ, അപ്പൊ ടീസർ കണ്ടപ്പോ ടീസർ റിവോൾവ്സ് മെയിൻലി 3 പേരുകൾ: ഉജ്ജ്വലൻ, ശംഭു മഹാദേവൻ, പിന്നെ കോക്കാച്ചി. നിങ്ങൾ ഞാൻ അങ്ങോട്ട് നോക്കിയാ താഴെ നോക്കിയാ കണ്ടാ അങ്ങനെ തോന്നുന്നു. പാവ നിബ്രാസ്. അപ്പൊ എന്താ ഇതിനകത്ത് കോക്കാച്ചിന്റെ മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്. നിബ്രാസ് ആണോ കോക്കാച്ചി? ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. പക്ഷെ സിനിമയുടെ ടീസർ കണ്ടിട്ട് ഒരു ഹ്യൂമർ ത്രില്ലറായി തോന്നിയത് കൊണ്ട് സസ്പെൻസിൽ പോലീസ് ആകാം വില്ലൻ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്നിലെ കലാകാരി അങ്ങനെ കടന്നൊക്കെ ചിന്തിക്കും ഞാൻ ചേട്ടാ. ഏത് കലയാന്ന് കൂടെ പറ. ക്രിയേറ്റിവിറ്റി. കലയ്ക്ക് ജാതിയില്ല മതമില്ല പേരില ഒന്നുമില്ല. എന്തോ കൂടിയ സാധനമാണെന്ന് ഇപ്പൊ നാട്ടിലൊക്കെ സീൻ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കൂടിയ സാധനം ഒന്നും പറയരുത്. ഒരു പാവമാണ്.